എമ്പുരാനിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഓർഗനൈസർ. എമ്പുരാൻ വിവാദത്തിന് ശേഷം മലയാളത്തിലെ മറ്റ് സിനിമകളെ കൂടി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് RSS മുഖപത്രമായ ഓർഗനൈസർ. ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കൽ, മയക്കുമരുന്ന് സംസ്കാരത്തിന് കൂട്ടുനിൽക്കൽ, ഹിന്ദു സമൂഹത്തെ പൈശാചികവൽക്കരിക്കൽ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ അനുകൂലിക്കൽ, സംസ്ഥാനത്തിനെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കൽ, ദേശീയ ചിഹ്നങ്ങളോടും സ്ഥാപനങ്ങളോടും അനാദരവ് കാട്ടൽ, ദേശീയ അഖണ്ഡതയെ വെല്ലുവിളിക്കൽ എന്നിങ്ങനെ അപകടകരമായ നിർവചന രീതിയാണ് മലയാള സിനിമയുടെ സ്വാഭാവിക അജണ്ടകൾ എന്നതാണ് പുതിയ കണ്ടെത്തൽ. ഉണ്ട, ഭീഷ്മപർവം, മുംബൈ പോലീസ് തുടങ്ങി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും സാമ്പത്തിക ലാഭമുണ്ടാക്കിയതുമായിട്ടുള്ള പല സിനിമകളെയും കുറിച്ച് ലേഖനം പങ്കുവെക്കുന്ന ആശങ്കകൾ ഇതൊക്കെയാണ്. എമ്പുരാനെതിരെ ഉണ്ടായ പ്രതിഷേധം ഗുജറാത്ത് കലാപത്തെ ചിത്രീകരിച്ചതുകൊണ്ട് മാത്രമല്ല എന്നും സിനിമ മൊത്തത്തിൽ നൽകുന്ന സന്ദേശം ഒരു പ്രത്യേക വിഭാഗത്തെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുമാണ് ലേഖനം അവകാശപ്പെടുന്നത്. വികലവും ഭിന്നിപ്പിക്കുന്നതുമായ ഒരാഖ്യാനം അവതരിപ്പിച്ചുകൊണ്ട് ചിത്രം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വർഗീയ ശത്രുതയെ അപകടകരമാം വിധം ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മതസമൂഹങ്ങൾക്കിടയിൽ അവിശ്വാസവും ശത്രുതയും വിതയ്ക്കുന്നതിനാണ് ചരിത്ര സംഭവങ്ങളെയും സാമൂഹിക സംഘർഷങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. തലമുറകളായി സമാധാനപരമായ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന സാധാരണ പൗരന്മാർക്കിടയിൽ വിഷലിപ്തമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള സാധ്യതയാണ് സിനിമയുടെ പ്രമേയത്തിലുള്ളത് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തുന്നത് കാണിക്കുന്ന എമ്പുരാൻ പ്രതികാരത്തിന്റെ പേരിൽ അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണ് ചെയ്യുക. സർക്കാർ വിരുദ്ധ വികാരങ്ങൾക്ക് ഇന്ധനം നൽകുകയും അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ പൈശാചികവൽക്കരിക്കുന്നതിനോ വർഗീയമായി സെൻസിറ്റീവായ ഒരു ആഖ്യാനത്തിലൂടെയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രംഗങ്ങളിലൂടെയും അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനെ ന്യായീകരിക്കലാണ് സിനിമ ചെയ്യുന്നതെന്നുമാണ് ലേഖനം അവകാശപ്പെടുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ ഏജൻസികളെ പൈശാചികവൽക്കരിക്കുന്നതും ഈ സിനിമയിൽ ആശങ്കാജനകമായ ഒരു വശമാണെന്ന് ഓർഗനൈസർ അവകാശപ്പെടുന്നുണ്ട്. NIA, IB പോലുള്ള ഏജൻസികളെ സിനിമയിൽ ചിത്രീകരിക്കുന്നത് രാജ്യത്തെ ചില ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിക ഇടതുപക്ഷ പ്രചാരണത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് എന്നും ഒരു വാണിജ്യ സിനിമയിൽ ANI പോലുള്ള സ്ഥാപനങ്ങളുടെ ചിഹ്നം അനധികൃതമായി ഉപയോഗിക്കുന്നത് ഒരു ധാർമ്മിക ലംഘനം മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സ്ഥാപനങ്ങളിലൊന്നിൻ്റെ പ്രശസ്തിയെ കൂടി കളങ്കപ്പെടുത്തുന്നതാണ് എന്നും അതൊരു കുറ്റകൃത്യമാണെന്നും വരെ ലേഖനം ആരോപിക്കുന്നു. എമ്പുരാനിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്ന പേര് തീവ്രവാദിയായ മൗലാന മസൂദ് അസ്ഹറിന്റെ പേരിനോട് സാമ്യം വന്നത് വെറും യാദൃശ്ചികമോ ദൃഷ്ടമായ രൂപകൽപ്പനയുടെ ഭാഗമോ ആണോ എന്നും ലേഖനം ചോദിക്കുന്നുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ചില മലയാളം, തമിഴ് സിനിമകൾ ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് ഭീകരത, ദേശവിരുദ്ധ വികാരങ്ങൾ, മയക്കുമരുന്ന് ദുരുപയോഗം, മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നവയാണെന്നും ലേഖനം പറയുന്നുണ്ട്. ഭീഷ്മപർവം, മുംബൈ പോലീസ് തുടങ്ങിയ മലയാള സിനിമകളിൽ നായകന്മാർ നാവിക ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ ഉദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്നത് സേനയുടെ തന്നെ മനോവീര്യം തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ സായുധ സേനയെ സ്ക്രീനിൽ കളങ്കപ്പെടുത്തുന്നതായിട്ട് കൂടി നമ്മൾ കാണേണ്ടി വരുമെന്നൊക്കെയാണ് ലേഖനത്തിൽ പറയുന്നത്. യൂണിഫോമിലുള്ള കരസേന നാവിക ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്നത് മലയാള സിനിമയിൽ ആവർത്തിച്ചു കണ്ടുവരുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നുവെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു മലയാള ചിത്രമായ ഉണ്ട മാവോയിസത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമയാണ്. ഭീഷ്മപർവവും മറ്റ് നിരവധി മലയാള, തമിഴ് സിനിമകളും മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും അനാവശ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സാധാരണ നിലയിലാക്കാൻ കാരണമായിട്ടുണ്ട്. സിനിമയിലെ പ്രമുഖർ ഉൾപ്പെടുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ സംഭവങ്ങളെല്ലാം ഈ ആശങ്കകളെ കൂടുതൽ സാധൂകരിക്കുന്നതാണെന്നും ലേഖനം പറഞ്ഞു വെക്കുന്നു. നയപരിഷ്കാരങ്ങളിലൂടെയും കർശനമായ ഓൺ ഗ്രൗണ്ട് എൻഫോഴ്സ്മെന്റിലൂടെയും ഈ പുതിയ വിഭാഗ സിനിമകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അധികാരികളാണെന്നാണ് ലേഖനം പറയുന്നത്. അത്തരം സിനിമകളുടെ ഫണ്ടിംഗ് രീതികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ദിശയിലുള്ള ആദ്യപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്.